രാജ്യം അപകടത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ. പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ നിറത്തിന്റെ പേരിലുള്ള കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യത്തിലെ കറുത്ത സംഭവങ്ങളുടെ തുടർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഹുലതകളും അതിനെതിരെ ഉയർന്നു വരുന്ന വിഷയങ്ങളിലെ ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും അതോടൊപ്പം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായ പഞ്ചാബിൽ ഇപ്പോൾ ഒരു ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റാണ്. BJPക്ക് വലിയ അലോസരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇപ്പോൾ 7 MP-മാരുണ്ട് തലസ്ഥാന നഗരിയിൽ BJPക്ക്. എല്ലാം നഷ്ടപ്പെടും എന്ന ഭയവും അവർക്കിപ്പോൾ ഉണ്ട്. ആ ഭയത്തിൽ നിന്നുകൂടിയാണ് കെജ്രിവാളിൻ്റെ നേരെയുള്ള ഈ കടന്നാക്രമണം. ഇന്ത്യൻ ജനത ഇതിന് ഒരിക്കലും അംഗീകാരം നൽകുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു അപകടകാലത്തിൻ്റെ സൂചനയാണ് ഇതിലൂടെ നാം കാണുന്നത്. പക്ഷേ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അക്രമോത്സുകമായ വലിയ തോതിലുള്ള അമിതാധികാരത്തിൻ്റെ നിർവഹണമാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. പ്രതിഷേധാർഹമാണിത്. നാടിത് അംഗീകരിക്കില്ല. തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇത് തിരിച്ചടിയായി മാറുന്നത്. കേരളമാകെ അത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞു. ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ നവീന മൂല്യബോധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണത്. കേരളീയ സമൂഹം അത്തരം ഫ്യൂഡൽ മൂല്യങ്ങൾക്കൊപ്പമല്ല എന്ന് ഇതിനകം തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലാകേരളം മാത്രമല്ല, മുഴുവൻ കേരളവും അത് സംബന്ധിച്ച് കടുത്ത പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.